ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട്. നല്ല തണുപ്പുണ്ട്. മുറ്റത്താണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ബോക്സിനകത്തങ്ങ് സെറ്റ് ചെയ്ത് ചെടികളൊക്കെ പെറുക്കി വെച്ച് സിമ്പിളായിട്ടുള്ളൊരു പുൽക്കൂട്, ചെടിച്ചട്ടികളൊക്കെ ചേർത്ത് വെച്ചുണ്ടാക്കിയൊരു പുൽക്കൂട്. പുല്ലില്ല, പുൽക്കൂടെന്ന് പറയാൻ പറ്റത്തില്ല, ചെടിക്കൂട്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മണലൊക്കെ ഇട്ട്. ക്രിസ്മസ് ട്രീ ഇതും നമ്മൾ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ വാങ്ങിയ നക്ഷത്രമുണ്ട്, ഉണ്ടാക്കിയ നക്ഷത്രമുണ്ട്. ഈ ഉണ്ടാക്കിയ നക്ഷത്രം കാണുമ്പോൾ എനിക്ക് ഒരു പഴയകാല ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ മുറ്റത്തൊരു പേരമരമുണ്ട്. ആ പേരമരത്തിൽ ഞങ്ങൾ ആളാം വീതം ഓരോരോ നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിടും. ഇതുപോലെ ഒരെണ്ണം വലിയത് മുള കൊണ്ട് ചീകി കെട്ടി കളറൊക്കെ ഒട്ടിച്ച്, കളർ പേപ്പറൊക്കെ ഒട്ടിച്ച് വലിയതൊരെണ്ണം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കി വരുന്ന വർണ്ണക്കടലാസുകളുണ്ടല്ലോ, അതുകൊണ്ട് ചെറിയ ചെറിയ ഓരോരുത്തർക്കും ഓരോന്നെന്ന വീതിയിൽ ഉണ്ടാക്കി ഇടും. അതിന് ഇന്നത്തെ പോലെ ഒന്നും കറണ്ടിൻ്റെ ലൈറ്റ് ഒന്നും അതിനകത്ത് ഇടാനില്ല. അപ്പോൾ അതിനകത്ത് ഈ വശത്തായിട്ട് ഇവിടെ ആയിട്ട് ഒരു ചിരട്ടയ്ക്കകത്ത് പച്ചച്ചാണകം വെച്ചിട്ട് അതിൻ്റെ നടുക്കൊരു തിരി ഇറക്കി വയ്ക്കും. അങ്ങനെയാണ് ഞങ്ങൾ അന്നൊക്കെ സ്റ്റാർ കത്തിച്ചുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾ ക്രിസ്മസ് കരോളുകാർ വരുന്ന റോട്ടിലെത്തിയെന്ന് കാണുമ്പോഴത് കത്തിക്കുള്ളൂ, ഇല്ല പിന്നെ അവർ വരുമ്പോഴത്തേക്കും തിരി കെട്ടുപോകില്ലേ. അങ്ങനെ ആ തിരി കത്തിച്ച് വെച്ചു. ഒരു ദിവസം ഞങ്ങൾ കരോളുകാർ റോട്ടിലെത്തി, ഞങ്ങളെല്ലാം കൂടെ തിരക്ക് പിടിച്ച് കത്തിക്കുന്ന സമയം കൊണ്ട് ഒരു നക്ഷത്രത്തിന് തീ പിടിച്ചു, പിന്നെ അടുത്തതിന് പിടിച്ചു. നമ്മൾ ആ മരത്തേലോട്ട് ഇങ്ങനെ കമ്പ് ചായച്ചിട്ടൊക്കെ കെട്ടിയിട്ട് തിരിച്ച് വിടുമ്പം അത് കാറ്റിന് തട്ടിയിട്ടുമൊക്കെ വിളഞ്ഞിട്ട് സ്റ്റാർ കത്തിപ്പോയി. അങ്ങനെ 2-3 സ്റ്റാർ ആ വർഷം കത്തിപ്പോയി. അവർ വരുമ്പോൾ കത്തി എല്ലാം തീ കെടുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നൊരു സമയം. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. നമ്മളുണ്ടാക്കിയ സ്റ്റാർ പല കളറിലുണ്ടാക്കി വെച്ചത്. അന്ന് ക്രിസ്മസ് ട്രീ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആ പേരമരം ഒരു ക്രിസ്മസ് ട്രീ പോലെ ആക്കി വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ അന്നൊരു അബദ്ധം പറ്റിയത് ഓർത്ത് ഇപ്പോഴും ഈ സ്റ്റാർ, ഞങ്ങളുണ്ടാക്കിയ സ്റ്റാർ കാണുമ്പോൾ അതെപ്പോഴും ഞാൻ ഓർക്കും. ഇതാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു ക്രിസ്മസ് ഓർമ്മ. ഇതുപോലെ ഈ പുൽക്കൂട് ഉണ്ടാക്കുമ്പോഴും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടത്തിയുണ്ട്, പെണ്ണമ്മ ചേട്ടത്തി എന്നും പറഞ്ഞ്. ആ ചേട്ടത്തി പുൽക്കൂടുണ്ടാക്കുന്നത് എത്ര പെട്ടെന്നറിയാം ഒരു കൂടൊക്കെ സെറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് കാർഡ് കൊണ്ടൊക്കെ ആയിരിക്കും, എന്നാലും ഒരു മണിക്കൂർ 1.5 മണിക്കൂറും കൊണ്ട് പുള്ളിക്കാരി നല്ലൊരു കൂടുണ്ടാക്കും. ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ് കാണാൻ. അല്ലെങ്കിൽ തെരുവപ്പുല്ല്, ലെമൺ ഗ്രാസ് എന്ന് പറയുന്ന സാധനം, അത് ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അതൊക്കെ ചെത്തിയിട്ട് ഇങ്ങനെ ഒരു പുൽക്കൂട് പോലെ ഉണ്ടാക്കി എത്ര പെട്ടെന്ന് അത് സെറ്റ് ചെയ്യാമെന്നറിയാം. ചിലപ്പോൾ ഇങ്ങനെ കമ്പൊക്കെ വെച്ച് ഇങ്ങനെ തട്ട് പോലെ അടിച്ച് അതിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാക്കുന്നത്. എന്നാലും നല്ല സ്പീഡിലാണ് പുള്ളിക്കാരി ഉണ്ടാക്കുന്നത്. അതൊരു പ്രത്യേക കഴിവാണ്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ അല്ല, എൻ്റെ ക്രിസ്മസ് ഓർമ്മകൾ. അപ്പോൾ നിങ്ങളുടെയും കുട്ടിക്കാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.